നമസ്കാരം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന എപ്പിസോഡിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ട്രിവാൻഡ്രം എയർപോർട്ടിലാണ്. ഈ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഒരു ട്രാവലർ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നത്. ഏവർക്കും സ്വാഗതം. ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നല്ല സൗകര്യങ്ങളാണ് ഉള്ളത്. കാരണം ഇവിടെ വരുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ടാക്സിയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സി ഇൻസൈഡിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യാം. പേയ്മെൻ്റ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ ഡെസ്റ്റിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാക്സി ബുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ഒരു പേടി വേണ്ടല്ലോ. അവരുടെ തന്നെ സ്വന്തമായിട്ടുള്ള കാറ് ഉണ്ടാവും. അതിലേക്ക് നമ്മൾ പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് അവർ കൊണ്ടെത്തിക്കുകയും ചെയ്യും. പേയ്മെൻറ്റിൻ്റെ പ്രശ്നവും വരുന്നില്ല. അത്ര നല്ല സൗകര്യമാണ് ഇപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നമ്മൾ വന്നിറങ്ങുമ്പോൾ. ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പ്രത്യേകിച്ച് അത്ര നല്ല സൗകര്യങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഡൊമസ്റ്റിക് എയർപോർട്ട് ഇപ്പോൾ അവർ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ഈ സൗകര്യങ്ങൾ വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സിറ്റി ടൂറിന് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടുന്ന് തന്നെ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ട്രിവാൻഡ്രം എയർപോർട്ടിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഈ ഗേറ്റ്. ഈ ഗേറ്റൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് UK-ലും ദുബൈയിലുമൊക്കെ ഈ ഗേറ്റ് വന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ അതിശയത്തോടുകൂടി നോക്കുമായിരുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിലും ഈ ഗേറ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇമിഗ്രേഷനിലൊന്നും നിൽക്കാതെ തന്നെ അകത്തോട്ട് പോകാൻ പറ്റും. പക്ഷേ അത് രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ്. ഈ ഫിംഗറെല്ലാം രജിസ്റ്റർ ചെയ്യുകയും ആദ്യമായിട്ട് അവർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ചെയ്തു വച്ചിരിക്കുന്നത്. ഇവൻച്വലി അത് ഇൻ്റർനാഷണൽ പാസഞ്ചേഴ്സിനും കൂടെ ഉൾപ്പെടുത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തിരുവനന്തപുരം എയർപോർട്ടിന് തൊട്ട് അടുത്താണ് ശംഖുമുഖം ബീച്ച്. തിരുവനന്തപുരത്ത് 2 പ്രധാന ബീച്ചുകളാണുള്ളത്. ഒന്ന് കോവളം ബീച്ചും, അത് ഇൻ്റർനാഷണലി വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ബീച്ചാണ്. പിന്നെ നമുക്കുള്ളത് ഈ ശംഖുമുഖം ബീച്ചാണ്. ഈ കാണുന്ന പ്രതിമ ഒരു ആർട്ടിസ്റ്റുണ്ട്, കാനായി കുഞ്ഞിരാമൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു രൂപകൽപ്പനയാണ്. കേരളത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള വലിയ സ്റ്റാച്യുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഇപ്പോൾ ഈ ശംഖുമുഖം കടൽ തീരം ശരിക്കും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള ഗവൺമെൻറ്റും കേരള ടൂറിസം ബോർഡും മുനിസിപ്പാലിറ്റിയും എല്ലാം ചേർന്ന് ഇവിടെ വളരെ വിശാലമായ ഡെവലപ്മെൻറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരത്തുകാരുടെ വീക്കെൻഡിൽ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരിടമായി ഇപ്പോൾ ഇത് മാറിയിരിക്കുകയാണ് ശംഖുമുഖം ബീച്ച്. ഒരുപക്ഷെ നിങ്ങളും വരുമ്പോൾ ഇവിടെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഈ ഏരിയ മൊത്തം ഒരുക്കിയിട്ടുമുണ്ട്. ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് വളരെ അടുത്താണ്. ഇവിടെ വരുന്ന കുട്ടികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒറിജിനൽ ഹെലികോപ്റ്ററാണ് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. മുമ്പ് ഉപയോഗിച്ചിരുന്ന ഹെലികോപ്റ്ററാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പല ഐറ്റംസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ടെന്ന് പറഞ്ഞാൽ ഫുഡ് കോർട്ടുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഈവനിങ്ങിൽ നമുക്ക് എത്ര വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്
കാനായി കുഞ്ഞിരാമൻ്റെ മറ്റൊരു സൃഷ്ടിയാണിത്. ഒരാൾ റിലാക്സ് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതാണ് കൺസെപ്റ്റ്. രണ്ട് പീസിൽ അത് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ക്ലോസപ്പ് കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോങ് ഷോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരാളിങ്ങനെ തലയിൽ കൈവച്ച് കാലൊക്കെ മുകളിലോട്ട് വെച്ച് കിടക്കുന്ന ഒരു സ്റ്റാച്യു ആണ്. ഈ കൽമണ്ഡപത്തിന് വളരെ പുരാതന കാലം മുതലേ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ് ഈ ശംഖുമുഖത്ത് കാണുന്നത്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഇതിലൂടെ വന്ന് ഇവിടെ വച്ചിട്ടായിരുന്നു ആ ആറാട്ടിൻ്റെ മറ്റ് ചടങ്ങുകൾ അവസാനിക്കുന്നത് ഇവിടെ വച്ചിട്ടായിരുന്നു. ഇപ്പോഴാണ് എയർപോർട്ടിനകത്തുകൂടി വന്നിട്ട് ഈ ശംഖുമുഖത്തേക്ക് എത്തുന്നത്. മുൻകാലങ്ങളിൽ ഇതിൻ്റെ അടിയിലൂടെയാണ് ഇവിടെ വന്നിട്ടാണ് ആറാട്ട് അവസാനിച്ചിരുന്നത്. ആ കൽമണ്ഡപം ഇന്നും ഇവിടെ അതേപോലെ പ്രിസർവ് ചെയ്യുകയാണ്. പണ്ട് രാജാക്കന്മാരുടെ കാലം മുതലേ ഈ ശംഖുമുഖം ബീച്ച് വളരെ പോപ്പുലറായിരുന്നു. അവരുടെ ഒരു അവധിക്കാലം സ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല ചൂടുള്ള സമയത്തൊക്കെ ഇവിടെ വന്നിരുന്ന് അവരെല്ലാം എൻജോയ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഈ പുറകിൽ കാണുന്നത് കൽമണ്ഡപം, അതിൻ്റെ ബാക്കിൽ കാണുന്ന കെട്ടിടവും. ഒരു സമയത്ത് ഒട്ടുമിക്ക സിനിമകളിലും അതിൻ്റെ പാട്ട് സീനുകളിൽ ഈ കൽമണ്ഡപം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇപ്പോഴും ഈ ശംഖുമുഖം എന്ന് പറയുന്നത് സിനിമാക്കാരുടെ ഒരു പർദീസ് തന്നെയാണ്. അവരുടെ പല സീനുകളിലും ഇവിടുത്തെ ഷോട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതിപ്പോൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണെങ്കിൽ ഒരു 6 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നാൽ നമുക്കിവിടെ എത്താൻ കഴിയും. എയർപോർട്ടിന് തൊട്ടടുത്താണ്. ഈ ശംഖുമുഖം ബീച്ചിൽ നിന്ന് പോകുമ്പോൾ മറ്റൊരു പ്രത്യേകതയുള്ള തൊട്ടടുത്ത് തന്നെയാണ് ശംഖുമുഖം ദേവീ ക്ഷേത്രമുണ്ട്. അത് വളരെ പ്രസിദ്ധമാണ്. ഒരുപാട് സിനിമാ താരങ്ങളുടെ വിവാഹം നടന്ന സ്ഥലമാണ്. ഇതിൻ്റെ പുതുക്കിപ്പണികൾ എല്ലാം ചെയ്തത് ഉദയസമുദ്രയുടെ MD ശ്രീ രാജശേഖരനും കുടുംബവും ചേർന്നാണ് ഇതെല്ലാം ഈ അമ്പലത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്. അതാണ് ഈ പുതുക്കിപ്പണിത ഈ പുറത്ത് കാണുന്ന പണിഞ്ഞിരിക്കുന്ന ഈ മതിലും മറ്റ് കൊത്തുപണികളും എല്ലാം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംഭാവനയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഇവിടെ വരുമ്പോൾ തന്നെ ഇതിനൊരു പ്രത്യേകത ഫീൽ ചെയ്യുന്നതും ഒരു വലിയ അമ്പലത്തിൻ്റെ ഒരു പ്രതീതി ഉളവാക്കുന്നതും. ഏതായാലും ഈ അമ്പലം എന്ന് പറയുന്നത് സിനിമാക്കാരുടെ ഒരു വളരെ വിശ്വാസം ഏറിയ ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ടാണല്ലോ അവരുടെ പുതിയ സിനിമകളുടെ പൂജ വരെ ഇവിടെ വെച്ച് ചെയ്യുകയും ഒട്ടുമിക്ക സിനിമാ താരങ്ങളുടെയും മംഗല്യം ഇവിടെ വെച്ച് നടത്തുകയും ചെയ്യുന്നത്. ഇത് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. ശംഖുമുഖം ബീച്ചിൽ നിന്ന് തൊട്ട് അടുത്താണ് വേളി ടൂറിസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ ശരിക്കും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ബോട്ടിങ്ങിനെല്ലാം സൗകര്യമുണ്ട്. അതുമാത്രമല്ല അവിടെ നിന്നും സീ സൈഡ് പോകാനായിട്ട് വളരെ സൗകര്യമാണ്. പൊഴി ഉള്ള സ്ഥലമാണ്. ഏതായാലും ഇവിടെ നിന്ന് നമുക്ക് ആ ടൂറിസ്റ്റ് വില്ലേജിൽ പോകണം. അത് പോകുന്നതിന് തൊട്ട് മുമ്പാണ് വെട്ടുകാട് പള്ളി അഥവാ മാദ്രേ ദേവൂസ് എന്ന ക്രൈസ്തവ ദേവാലയവും സ്ഥിതി ചെയ്യുന്നത്. ഏതായാലും നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് വെട്ടുകാട് പള്ളിയിലേക്കും ആ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുമാണ് പോകുന്നത്. ശംഖുമുഖത്ത് നിന്ന് വേളിയിലേക്ക് പോകുമ്പോൾ 1 കിലോമീറ്റർ ഈ വെളിയിലേക്കുള്ള വഴിയിൽ വരുമ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു ക്രൈസ്തവ ദേവാലയമുണ്ട്, വെട്ടുകാട് പള്ളി അഥവാ മാദ്രേ ദേവൂസ്. ഈ വെട്ടുകാട് പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാതി മത ഭേദമന്യേ എല്ലാവരും വന്ന് ആരാധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ വെട്ടുകാട് പള്ളി. ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ്. തിരുവനന്തപുരത്തുകാർ ഒന്നടങ്കം ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് ഈ വെട്ടുകാട് പള്ളിയിലേത്. മാത്രവുമല്ല ഇത് ഈ അടുത്ത കാലത്ത് പുതുക്കി പണിതതിന് ശേഷം ഇതിന് അകത്തെ ഉള്ള കൊത്തുപണികളെല്ലാം വളരെ വ്യത്യസ്തമായതാണ്. ഗ്ലാസ്സിലുള്ള ഒരുപാട് വർക്കുകളുണ്ട്. ഏതായാലും ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്
ഈ വെട്ടുകാട് പള്ളി അഥവാ മാദ്രെ ദേവൂസ് ഏതായാലും ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഒരു 6-7 കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം. എയർപോർട്ട് 6 കിലോമീറ്റർ ആണ്. അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വെട്ടുകാട് പള്ളിയിൽ എത്താൻ സാധിക്കും. ഏകദേശം 10 വർഷമെടുത്ത് ഇത് പുതുക്കി പണിയാനായിട്ട്. നവംബർ 2009 ഇതിൻ്റെ പണി ആരംഭിച്ചത്. 2018 ജാനുവരി 31 ഇതിൻ്റെ ബ്ലസ്സിങ് വീണ്ടും ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷമെടുത്തിട്ട് വളരെ നല്ല കൊത്തുപണികളാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. തടി കൊണ്ടുള്ള ഒരുപാട് കൊത്തുപണികൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ദേവാലയത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാനായിട്ട് നമുക്ക് ഇവിടുത്തെ ഇതിൻ്റെ മീഡിയ കൺവീനർ മിസ്റ്റർ ഡാരൻസ് എത്തിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. ഇത് പുതുക്കി പണിതതിന് ശേഷവും പണിതതിന് മുമ്പും എന്താണ് ഒരു ചെറിയ വ്യത്യാസം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? ഈ ദേവാലയത്തിന് യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 15ാം സെഞ്ചുറിയിലാണ് ഇവിടെ ഒരു യഥാർത്ഥത്തിലൊരു കത്തോലിക്ക ദേവാലയം വരുന്നതും. ഇതിന് മുൻപുണ്ടായിരുന്ന പഴയ പള്ളി 1950കളിൽ പണികഴിപ്പിക്കപ്പെട്ടതുമാണ്. അത് പോർച്ചുഗീസുകാർ ചെയ്തതാണോ? അവരുടെ പോർച്ചുഗീസുകാരുടെ കാലത്തല്ല, അതിനുശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ. അതിന് മുമ്പ് ഇവിടെ ദേവാലയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും നമ്മുടെ പഴയ പള്ളി യഥാർത്ഥത്തിൽ 1950കളുടെ ആ ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ സ്ഥാപിതമാകുന്നത്. ഇനി ഇടവകയിലെ ജനസംഖ്യ കൂടിയത് കാരണവും പള്ളിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയിലുമാണ് ഒരു പുതിയ പള്ളിയെക്കുറിച്ചുള്ളൊരു ആശയം തന്നെ വരുന്നത്. അപ്പോൾ ഉണ്ടായിരുന്നത് മനോഹരമായി നമ്മുടെ ക്രിസ്തുരാജനെ പ്രകീർത്തിക്കുന്ന രീതിയിലുള്ള ഒരു ദേവാലയം തന്നെ വേണം എന്നൊരു ആശയം വരികയും അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ മനോഹരമായ ദേവാലയം ഇത് തുടങ്ങുന്നത്, നിർമ്മാണം തുടങ്ങുന്നത്. ശരി. അപ്പോൾ ക്രിസ്തുരാജൻ്റെ പ്രതിമ ഇതിനകത്തായിരുന്നു ആദ്യം? ഇതിനകത്തല്ലായിരുന്നു. ക്രിസ്തുരാജന്റെ പ്രതിമ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ആദ്യത്തെ, അത് ഇടവകയിലെ ആദ്യത്തെ വൈദികൻ, ഇടവകാംഗമായ ആദ്യത്തെ വൈദികൻ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ സംഭാവനയായി തന്നതാണ് ആ പുറത്തിരിക്കുന്ന ക്രിസ്തുരാജ രൂപം. ഈ പള്ളിയുടെ യഥാർത്ഥ പേര് മാതൃ ദേവൂസ് എന്നാണ്. അതായത് മദർ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ദൈവത്തിന്റെ അമ്മ. പക്ഷേ നമ്മുടെ ദേവാലയം അറിയപ്പെടുന്നത് ക്രിസ്തുരാജന്റെ പേരിലാണ്. കാരണം ഒരുപാട് ഭക്തജനങ്ങൾ, ക്രിസ്ത്യാനികളല്ലാത്ത ഒരുപാട് ഭക്തജനങ്ങൾ വന്ന് എല്ലാ വെള്ളിയാഴ്ചയും തൊഴുതു പോകുന്ന ഒരു രൂപമാണ് നമ്മൾ പുറമെ കാണുന്ന സ്റ്റാച്ചു. അപ്പോൾ അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. പള്ളിക്ക് മാതാവിൻ്റെ പേരിലുമാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. ഇതിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതായത് ഈ പള്ളിയുടെ ബിൽഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഈ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ബൈബിളിൻ്റെ ഒരു ചരിത്രം ഒരു സംക്ഷിപ്ത രൂപമായെങ്കിലും ആളുകൾക്ക് മനസ്സിലാകണം. ആരും പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ പോലും ബൈബിളിലുള്ള ഏകദേശം കഥകളെല്ലാം നമുക്കറിയാം. പല സ്ഥലങ്ങളിലായി കൊത്തിവെച്ചിരിക്കുന്ന പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും ഗ്ലാസ് വർക്കുകളും വുഡ് വർക്കുകളും എല്ലാം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചുവരുകളിലെല്ലാം കാണുന്നത് പള്ളിക്കകത്ത് വരുന്ന ഒരാൾക്ക് ഏകദേശം ബൈബിളിനെ കുറിച്ചൊരു ഇത് കിട്ടുക. നമുക്കിപ്പോൾ ഒരു ചെറിയ ഒരു പ്രദർശനം വെക്കണമെങ്കിൽ നമ്മൾ ഏത് സൈഡിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും? ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് തുടങ്ങാനുള്ള അങ്ങനെയല്ല, ഓരോന്നിനെ കുറിച്ചിട്ടും. ഇത് നമുക്ക് കുരിശിന്റെ വഴിയുണ്ട്, യേശുവിന്റെ ചരിത്രമുണ്ട്, പഴയ നിയമമുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്തും തുടങ്ങി അവസാനിക്കുന്ന നമുക്ക് 1 by 1 ആയിട്ടൊന്ന് കണ്ടിട്ട് നോക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ എല്ലാം കാണുന്നത് മാതാവിൻ്റെ രൂപങ്ങളാണല്ലോ. അതെ, ഈ തടിയിൽ കൊത്തിയിരിച്ചിരിക്കുന്നതെല്ലാം മാതാവിൻ്റെ രൂപങ്ങളാണ്. അതിനൊരു പ്രത്യേകത, എല്ലാം ഒരു രൂപങ്ങളല്ല. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, എല്ലാ രൂപങ്ങൾക്കും വ്യത്യാസമുണ്ട്. മാതാവിൻ്റെ രാജ്യങ്ങളിലും അവരുടെ ആരാധിക്കുന്ന ആ ഒരു മാതാവിന്റെ രൂപം നമുക്ക് ഏറ്റവും പ്രശസ്തമായ വേളാങ്കണ്ണി മാതാവുണ്ട്. ഈ ഇതിൽ വരിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേളാങ്കണ്ണി മാതാവിന്റെ രൂപവും കാണാൻ സാധിക്കും. അങ്ങനെ ഓരോ രാജ്യങ്ങളിലെയും ആ മാതാവിന്റെ ആ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഒരു ശില്പങ്ങളാണ് ഈ സൈഡിലെല്ലാം ഇങ്ങനെ ഇതെല്ലാം കാണുന്നത് അല്ലേ? എല്ലാം
ഇത് ഫ്രാൻസിലെ ഫ്രാൻസിലാണ്. പേരുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ആരും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാതെ പോലും ഒരാളിന് വായിച്ച് മനസ്സിലാകുന്ന രീതിയിൽ ഈ രൂപത്തിലാണ് അവിടെ ഇതിലാണ് ഇത് പ്ലാൻ ഓക്കെ ഓക്കെ. വേളാങ്കണ്ണി മാതാവിൻ്റെതും ഇവിടെ ഉണ്ടെന്നിരിക്കുന്നല്ലേ. എക്വഡോറിലെ മാതാവിനെ ആരാധിക്കുന്ന രൂപം രൂപമാണ്. ഇത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപമാണ്. തമിഴ്നാട്ടിലാണ്. ഏറ്റവും പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന് പറയാം. തീർച്ചയായിട്ടും. പിന്നെ വേളാങ്കണ്ണി മാതാവിൻ്റെ കാര്യം അറിയാത്തവരാരും തന്നെ ഇല്ല അല്ലേ. അപ്പോൾ ആ രൂപമാണ്. അപ്പോൾ ആ രൂപത്തിനും കാരണം എനിക്ക് തോന്നുന്നു മദർ ഓഫ് ഗോഡ് എന്ന ചർച്ചിന് പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ മാതാവിൻ്റെ എല്ലാ പ്രതിഷ്ഠകളും ഉൾക്കൊള്ളിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടെ തന്നെ നമുക്ക് പറയാൻ പറ്റും. മെക്സിക്കോ യേശുക്രിസ്തുവിന് തന്നെ പല സ്ഥലങ്ങളിൽ പല രൂപമുണ്ട് എന്ന് പറയുന്നുണ്ട്, പല ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആശയം കൂടി ഇതിലുണ്ട്. ഇത് പ്രദേശത്തുള്ളതിനും വ്യത്യാസങ്ങളുണ്ട്. മാതാവിന്റെ രൂപത്തിന് ചെറിയ വ്യത്യാസങ്ങൾ എല്ലാം ഇതിനും ഉണ്ട്. ഇത് മെക്സിക്കോയിലെ പ്രാർത്ഥന. ഓക്കെ, ഇത് അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ, കർമ്മലീത്ത മാതാവ്, ഇംഗ്ലണ്ടിൽ സ്ഥാപിതമായിട്ടുള്ള അവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള മാതാവിന്റെ രൂപമാണ്. ഇതിപ്പോൾ 1251 ഒരു കാലഘട്ടത്തിൽ അവിടെ സ്ഥാപിതമായ രൂപത്തിന്റെ ഒരു റിപ്ലിക്കയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. മാതാവിന്റെ കഴിയുന്നിടത്തോളം രൂപങ്ങൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് മാതൃദേ ദേവൂസ് എന്ന പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ മാതാവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു പള്ളി എന്നുള്ള അർത്ഥത്തിൽ ആണ് ഇതിന്റെ ശില്പികളും ഇതിന്റെ ബിൽഡിംഗ് കമ്മിറ്റി അംഗങ്ങളും ഇതിന്റെ ആർക്കിടെക്റ്റും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കും. അല്ല, ഇവിടെ നമ്മുടെ ഈ ഗ്ലാസ് വർക്കുകൾ നോക്കിയാൽ തന്നെ ഇതിലെല്ലാം ഓരോ ബൈബിളിലെ ഓരോ കഥകളുണ്ട്. അത് നമ്മുടെ വേദപാഠ ക്ലാസ്സുകളിൽ പോകുന്ന വിദ്യാർത്ഥികളോട് ഇത് കാണിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം, അവർ കൃത്യമായി പറഞ്ഞു തരും. ഈ ഗ്ലാസ് വർക്ക് യേശുവിനെ കാണാതാകുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഇതാണ് ഈ ഗ്ലാസ് വർക്ക്. അതുപോലെ തന്നെ ഓരോ ഗ്ലാസ് വർക്കിനും ഒരു കഥ പറയാനുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാവണം ഇത്രയും കാലം എടുത്തതെന്ന് പുതുക്കി എടുത്തതിനൊരു കാരണം ഇതാണ്. ചെയ്യുമ്പോൾ മനോഹരമാകുക, ദൈവവിശ്വാസം കുറച്ചുകൂടെ അടിയുറപ്പിക്കുക എന്നൊരു. അല്ല, തീർച്ചയായിട്ടും. ഇതിപ്പോൾ നമ്മൾ ഇത് ഒരു ദേവാലയം പണിയുമ്പോഴത്തേക്ക് ഇത് എത്ര വർഷങ്ങൾ നിൽക്കും എന്നുള്ളതാണല്ലോ. എന്നും പുതുക്കി പണിയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. നൂറുകണക്കിന് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഒരു പുതുക്കി പണിയൽ നടക്കുന്നത്. അപ്പോൾ ഇത് 10 വർഷം എടുത്തെങ്കിലും വളരെ മനോഹരമായി തീർക്കാൻ സാധിച്ചു എന്നുള്ളതൊരു അഭിമാനം തന്നെയാണ്. ഈ ഡോം ചെയ്തത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അന്ത്യവിധി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് മൊത്തം ചെയ്തിരിക്കുന്ന ഒരു ഡോമാണ് ഇത് കാണുന്നത്. ഓക്കെ. ഇവിടെ നമുക്ക് ഈ ദേവാലയത്തിനൊരു പ്രത്യേകത, ഇതിൻ്റെ ബാഹ്യ ഭംഗിയേക്കാളും ഉപരിയായിട്ട് വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ദേവാലയമാണിത്. അതുകൊണ്ടായിരിക്കാം ഈ കാലതാമസം വന്നത്. കാരണം ഈ ഡിസൈനിങ് വെറുതെ കെട്ടി ഒരു കോൺക്രീറ്റ് കെട്ടിടമാകുന്നതിലുപരി അകത്ത് കയറുന്നവർക്ക് ഒരു ഫീൽ ഉണ്ടാവണം. ആ ഒരു ചിന്തയിലാണ് ഇത്രയും താമസിച്ചുവെങ്കിലും മനോഹരമായി തീർക്കുവാൻ സാധിച്ചു എന്നുള്ളത് വെട്ടുകാട് ഇടവക ജനങ്ങൾക്ക് അഭിമാനിക്കാം. തീർച്ചയായും. വെട്ടുകാട് ഇടവക ജനങ്ങൾക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ നിന്ന് ധാരാളം ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. വരുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ് ധാരാളം ആൾക്കാർ വരുന്നത് അല്ലേ, ആചാരങ്ങൾ? അതെ, എല്ലാ വെള്ളിയാഴ്ചകളുമാണ് നമ്മുടെ ക്രിസ്തുരാജ സന്നിധിയിലേക്ക് ഒരുപാട് ഭക്തജനങ്ങൾ, അത് ജാതി മത ഭേദമന്യേ ആൾക്കാർ വരുന്നത്. എല്ലാ ആഴ്ചയും വരുന്നുണ്ടോ എങ്കിലും വെള്ളിയാഴ്ച നമുക്ക് പ്രത്യേകതയായിട്ട് ധാരാളം ആൾക്കാർ ആചരിക്കുന്നത്. പ്രത്യേകിച്ച് എല്ലാ മാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ചകൾ ഇവിടെ ഒരു ജനസാഗരം തന്നെയാണ്. വിശേഷമായ ദിവസം നമ്മുടെ പാദപൂജ, പല ഭാഷകളിലുള്ള കുർബാന, ദിവ്യബലി, ഇതെല്ലാം ആചരിക്കുന്നത് മാസാദി വെള്ളിയാഴ്ചയും ബാക്കിയുള്ള മറ്റ് വെള്ളിയാഴ്ചകളുമാണ്.
പിന്നെ ഇതിനൊരു കലണ്ടർ ഉണ്ടെന്ന് പറയുന്നത്, എല്ലാ വർഷവും ആ കലണ്ടർ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് അല്ലേ? അതെ, ഇത് നമ്മുടെ സഭയുടെ ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ കാനോനിക ചരിത്രം അനുസരിച്ച് ക്രിസ്തുരാജൻ്റെ ക്രൈസ്റ്റ് ദ കിങ്ങിൻ്റെ ഫീസ്റ്റാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. അത് 10 ദിവസമുള്ള തിരുനാൾ. ദേവാലയം മാതാവിൻ്റെ നാമധേയത്തിലാണ് എങ്കിലും നമ്മൾ പ്രധാനമായും ആചരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത് ക്രൈസ്റ്റ് ദ കിങ്, രാജാവ് എന്ന് പറയുന്ന തിരുനാളാണ് നമ്മൾ നവംബർ മാസത്തിന്റെ അവസാന ആഴ്ച. എല്ലാ വർഷവും നവംബർ മാസത്തിന്റെ അവസാന ആഴ്ചയാണ് ആഘോഷിക്കുന്നത്. അത് വളരെ വിപുലമായിട്ടാണ് കേട്ടിട്ടുണ്ടല്ലോ. വളരെ വിപുലമായിട്ടാണ്. എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ ഇത്രയും ആഘോഷകരമായി നടത്തുന്ന ഒരു തിരുനാള് ചിലപ്പോൾ വെട്ടുകാട് കഴിഞ്ഞ് മറ്റുള്ളവർക്ക് സ്ഥാനമുള്ളൂ എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പോൾ ഏതായാലും ഇത്രയും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു വിവരണം തന്നതിന് വളരെ സന്തോഷം. ഓക്കെ, നിങ്ങളുടെ സാന്നിധ്യവും ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കാണുന്നു. കാരണം ഇത് ലോകത്തിൽ എല്ലാവരും അറിയാനുള്ള ഏറ്റവും എളുപ്പമൊരു മാർഗ്ഗമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങളും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. കാണാം. ശംഖുമുഖത്ത് നിന്നും ഒരു 3 കിലോമീറ്റർ വന്നപ്പോൾ നമ്മൾ വേളി ടൂറിസ്റ്റ് വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. പുതുതായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് ഈ ട്രെയിൻ എന്ന് പറഞ്ഞത്. ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഈ ഏരിയ മൊത്തം കറക്കി തിരിച്ചു കൊണ്ടുവരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ്ങിനുള്ള സൗകര്യം കൂടെ ഇവിടെ ഈ വേളി ടൂറിസ്റ്റ് വില്ലേജിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാന അട്രാക്ഷൻ ബോട്ടിംഗ് ആണെങ്കിൽ തന്നെയും മറ്റ് പല ആക്ടിവിറ്റീസും ഇവിടെ അരങ്ങേറുന്നുണ്ട്. വിശേഷിച്ച് വാട്ടർ സ്പോർട്സ് ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ട്രെയിനിൻ്റെ സർവീസുണ്ട്. പിന്നെ കുട്ടികൾക്കും വന്നു കഴിഞ്ഞാൽ കളിക്കാനുള്ള ഏരിയ പല സ്ഥലങ്ങളിലും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നടക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതുവഴി നടന്ന് അങ്ങ് കടൽ വരെ പോകാൻ പറ്റും. ഈ സൈഡിലൂടെ നടന്നു പോകാൻ പറ്റും. ഇവിടെ ഫുഡ് കഴിക്കാനാണെങ്കിൽ KTDCയുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ വിശാലമായ ഒരു ഉദ്യാനമാണ്. നല്ല മണി സ്പെൻഡ് ചെയ്തിട്ട് ഈ ഏരിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റാനുള്ള ശ്രമമാണ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് അതോറിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. 2 കാര്യങ്ങൾ ഇവിടെ ഒരുമിച്ച് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ നദിയിലൂടെയുള്ള കായലിലൂടെയുള്ള ഒരു ബോട്ട് റൈഡും കടൽ തീരവും ഇത്തരം നല്ല ഉദ്യാനങ്ങളും ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലം കൂടിയാണ് ഈ ഏരിയ. നമുക്ക് കാണാൻ പറ്റും കടലും കായലും എല്ലാം ചേരുന്ന സ്ഥലം ഇവിടെയുണ്ട്. ഇതിലേക്ക് പോയി കഴിഞ്ഞത് മാത്രമല്ല, ഈ ബാക്കിൽ കാണുന്നത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റാണ്. അതിനകത്ത് കയറി നമുക്ക് കോഫിയെല്ലാം കുടിച്ചിട്ട് വിശാലമായ ഈ പൂന്തോട്ടത്തിലൂടെയൊക്കെ നമുക്ക് ആസ്വദിച്ച് നടന്ന് ട്രെയിനിലൊക്കെ കയറി വേണമെങ്കിൽ ഒരു ബോട്ട് റൈഡ് ചെയ്തു, വാട്ടർ സ്പോർട്സ് ഇഷ്ടമുള്ളവർക്ക് അതും ചെയ്ത്, മാത്രമല്ല ഇവിടെ കുതിര സവാരിയും കൂടെയുണ്ട്. അങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരു ഹോൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലം കൂടിയാണ് ഈ വേളി ടൂറിസ്റ്റ് വില്ലേജ്. തിരുവനന്തപുരം സന്ദർശിക്കുമ്പോൾ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. കാരണം ഇപ്പോൾ കുടുംബമായിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏത് സമയത്ത് വന്നാലും നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഈ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന എപ്പിസോഡിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷവുമായി കാണും വരെ നന്ദി, നമസ്കാരം.